എല്ലാ പ്രിയമുള്ളവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മുടെ മനസ്സിൻ്റെ ശരീരത്തിന്മേലുള്ള സ്വാധീനത്തെ പറ്റിയുമാണ്. ഈ മനസ്സ് നമുക്ക് സന്തോഷമുണ്ടാക്കും, ഈ മനസ്സ് നമുക്ക് സങ്കടമുണ്ടാക്കും. മനസ്സ് കാട്ടിക്കൂട്ടാത്ത വിക്രിയകളില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശത്രുവും മിത്രവുമാണ് നമ്മുടെ മനസ്സ്. ഈ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ സ്വാധീനം എങ്ങനെയാണ് എന്ന് വെളിപ്പെടുത്തുന്നൊരു കഥയാണെന്ന് ഞാൻ പറയുന്നത്. കഥ ഇങ്ങനെയാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഓഫീസിൽ നിന്ന് മടങ്ങി വരുന്നു. അവർ വളരെ ക്ഷീണിതയാണ്, നല്ല തലവേദനയുണ്ട്, അതുപോലെ തന്നെ ദേഷ്യവുമുണ്ട്. നമുക്കറിയാം, സ്ത്രീകൾക്ക് ഒരു തലവേദനയോ അല്ലെങ്കിൽ ശാരീരിക ക്ഷീണമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നല്ല ദേഷ്യം വരും. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ദേഷ്യം കൂടുതലെന്നാണ് ശാസ്ത്രം പോലും പറയുന്നത്. അതെങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഈ അമ്മ സർക്കാർ ഉദ്യോഗസ്ഥ തൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് കുട്ടികളെ സിനിമയ്ക്ക് കൊണ്ടുപോകാം, പാർക്കിൽ കൊണ്ടുപോകാം, ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആ ക്ഷീണം കാരണമാണ് അവർ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് കണ്ടമാനം ദേഷ്യപ്പെട്ടു കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് പാർക്കിൽ പോകണം, സിനിമയ്ക്ക് പോകണം, അമ്മയല്ലേ പറഞ്ഞത് ഞങ്ങളെ കൊണ്ടുപോകാമെന്ന്. പക്ഷേ അവർ കുട്ടികളെ കണ്ടമാനം ശാസിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് അവർ കയറിയും കിടക്കുകയും ചെയ്തു. കുട്ടികൾ രണ്ടുപേരും നിരാശരായിട്ട് അവർ ഇരുന്ന ശേഷം വീണ്ടും കളികളിലേക്ക് അവർ വ്യാപൃതരായി. അപ്പോഴാണ് പെട്ടെന്നൊരു ഫോൺ കോള് ഇവർക്ക് വരുന്നത്. അത് മറ്റാരുമല്ല, അവരുടെ ഭർത്താവായിരുന്നു. ഭർത്താവ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വരികയാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും പെട്ടെന്ന് റെഡിയായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞുള്ളൊരു മെസ്സേജായിരുന്നു ഫോണിൽ. ഉടനെ തന്നെ ഈ ക്ഷീണിച്ച് അവശയായി കിടന്നിരുന്ന ആൾ ചാടി എണീറ്റു. 10-15 മിനിറ്റ് കൊണ്ട് അവർ റെഡിയായി. കുട്ടികളെ റെഡിയാക്കി പൂർണ്ണ സന്തോഷത്തോടുകൂടി അവർ സുന്ദരിയായിട്ട് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഭർത്താവ് എത്തി. അവർ വളരെ സന്തോഷമായിട്ട് ഭർത്താവിനോടൊപ്പം തന്നെ മക്കളെയും കൂട്ടി സിനിമയ്ക്കും ഔട്ടിങ്ങിനും ഒക്കെ ആയിട്ട് പോയി. ഇതാണ് കഥ. പക്ഷെ കഥ ഞാൻ പറയാൻ കാരണം, ഈ ക്ഷീണിച്ച് അവശയായി കിടന്ന സ്ത്രീക്ക് എവിടുന്ന് കിട്ടി ഈ പ്രസരിപ്പും ഉന്മേഷവും? അപ്പോൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, മനസ്സാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മനസ്സിനെ നമുക്ക് എത്രത്തോളം ബൂസ്റ്റപ്പ് ചെയ്ത് നിർത്താൻ പറ്റിയോ അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും പ്രസരിപ്പും ഉണ്ടാകും. അപ്പോൾ ഈ മനസ്സാണ് നമുക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മനസ്സിനെ വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണവും തളർച്ചയും വിട്ടൊഴിയാൻ നേരം കാണില്ല. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. മനസ്സിന് സന്തോഷം തരുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്തും നമുക്ക് ചെയ്യാം. എന്ന് വെച്ച് മറ്റു കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ വെച്ച് നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു നല്ല മ്യൂസിക് കേൾക്കാം, നല്ലൊരു സിനിമ കാണാം, നല്ല സുഹൃത്തുക്കളുമായിട്ട് ഉല്ലസിക്കാം, അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്ത് പോയി നമുക്ക് ആ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാം, അങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കഴിക്കാം. മനസ്സിന് പ്രയാസം ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക്, മറിച്ച് മനസ്സിന് ഉന്മേഷം കിട്ടാവുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം മനസ്സും എപ്പോഴും ആരോഗ്യമുള്ളതായിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, മനസ്സിൻ്റെ പ്രവർത്തനമനുസരിച്ചാണ് ശരീരത്തിന് ക്ഷീണവും ഉത്സാഹവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കുക, മനസ്സിനെ ഡെസ്പാക്കാതെ സൂക്ഷിക്കുക. ശരീരത്തിന് ഉന്മേഷം ഉണ്ടാവും, പ്രസരിപ്പുണ്ടാവും, ജീവിതം സുന്ദരമാകും. എല്ലാവർക്കും നല്ലത് വരട്ടെ.